ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറെ അധിക കാലമായി നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ട് എപ്പോഴും ആഗ്രഹിക്കും ഭയങ്കര റെഗുലർ ആയിട്ട് ഇടണം എന്നൊക്കെ. പക്ഷെ അത് പറ്റാറില്ല. കാരണം സമയമില്ല എന്ന് ഞാൻ പറയില്ല, സമയത്തിന് മാനേജ് ചെയ്യാൻ പഠിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആഗ്രഹങ്ങളും ഉണ്ട്, ടൈം മാനേജ് ചെയ്യാൻ പറ്റണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ടൈം മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇനി മുതൽ അതങ്ങോട്ട് ഇങ്ങനെ പഠിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പറ്റുന്ന പോലെയൊക്കെ ഞാൻ ലോങ് വീഡിയോസ് ഇടാൻ ശ്രമിക്കും. കാരണം എനിക്ക് അത്ര ഇഷ്ടമാണ് ഇടാൻ. വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ എടുത്തു വെക്കുന്നുണ്ടെങ്കിലും അതങ്ങനെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ള സിറ്റുവേഷനിലേക്കാണ് എത്തൽ ഇപ്പൊ ബുദ്ധിമുട്ട്. സോ നമുക്ക് അതിലേക്കും കൂടെ ഇനി കടക്കാൻ വൈകാണ്ട് നമ്മളെപ്പോൾ ഇറങ്ങുകയാണ്. ടാറ്റാ ബൈ ബൈ കിനോ ഞങ്ങൾ രണ്ടുപേരും ഒരേ കുടുംബത്തെ ആണെങ്കിലും രണ്ട് ധ്രുവങ്ങൾ. എനിക്ക് ക്യാമറ ഇഷ്ടമാണെങ്കിൽ അവളുടെ അടുത്ത് ക്യാമറ കാണിക്കുമ്പോഴേക്കും അവൾ ഓടിപ്പും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ഡിസ്റ്റൻസ് ഇട്ട് നടക്കുന്നത്. കാര്യം ഒരേ ബസ്സിൽ പോകാനുള്ള ആൾക്കാരാണ്. ഇതിപ്പോ ക്യാമറ ഓൺ ആക്കിയപ്പോ പുള്ളിക്കാരത്തി കുറച്ചങ്ങോട്ട് ബാക്ക് വലിഞ്ഞു. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയില് നമ്മുടെ ഇന്ന് കോളേജിൽ പോകുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. എങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുന്ന അറിയില്ല, ബട്ട് ഐ ട്രൈ മൈ മാക്സിമം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്റെ ബസ് മാത്രം തൃശ്ശൂർ റൗണ്ട് ടച്ച് ചെയ്യാണ്ട് പോകുന്നൊരു ബസ്സായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പാറമേക്കാവും വടക്കുന്നതിന് ഒരുമിച്ച് കാണുന്ന രീതിയിൽ എവിടെയെങ്കിലൊക്കെ പഠിക്കാൻ പോകണം എന്നുള്ളത്. ദൈവം സഹായിച്ച് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണെങ്കിലും പി ജിക്ക് പഠിക്കാൻ പോകുമ്പോൾ രണ്ടമ്പലം എന്നും കാണാറുണ്ട്. പറ്റുന്ന സമയത്തൊക്കെ പാറമേക്കാവിൽ കയറി തൊഴാറുണ്ട്. അപ്പൊ വീണ്ടും തേർഡ് സെം തുടങ്ങുന്ന സ്ഥിതിക്ക് ദേവിനെയൊക്കെ ഒന്ന് കണ്ടു തൊഴുതു കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ തുടങ്ങി. കോളേജിലേക്കുള്ള യാത്ര കുറച്ച് ട്രാവലിംഗ് കൂടുതലുള്ളതാണ്. പക്ഷെ എന്തോ ഇപ്പോ അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങി. രാവിലെ നേരത്തെ ഇറങ്ങും. നേരത്തെ എനിക്ക് ഏകദേശം കോളേജിൽ എത്തുന്ന ആദ്യത്തെ ഒരാളിൽ ഞാൻ തന്നെയായിരിക്കും ആദ്യം എത്താറ്. പക്ഷെ ഇപ്പൊ രാവിലെയുള്ള യാത്രയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു തുടങ്ങി. പിന്നെ രാവിലെ പോകുമ്പോൾ തൃശ്ശൂരിന്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. കുറെ അമ്പലങ്ങളും അമ്പലങ്ങളിലെ പാട്ടും കാര്യങ്ങളൊക്കെ. എനിക്ക് ആക്ച്വലി ആ ഒരു വൈബ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ സ്കൂട്ടിയൊക്കെ സ്വന്തം അധ്വാനിച്ച് വാങ്ങിച്ചുവെങ്കിലും അത് പതുക്കെ ഓടിച്ച് പ്രാക്ടീസ് ആവണേ ഉള്ളൂ. അപ്പൊ പുള്ളിക്കാരനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഒരുമിച്ച് കോളേജിലേക്ക് പോകാൻ പറഞ്ഞിട്ടുള്ള ഇരിപ്പായിരുന്നു എൻ്റെ. അത് ആളെത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ പണിയാണ് ഓരോ ആൾക്കാർ ബസ് സ്റ്റോപ്പ് എത്തുമ്പോൾ സ്കൂട്ടി എടുത്ത് ബസ് സ്റ്റോപ്പിലേക്ക് വരെ അവരെ പിക്ക് ചെയ്യുക, തിരിച്ചു വരിക. ഇത് തന്നെയാണ് ഞങ്ങളുടെ പരിപാടി ക്ലാസ് തുടങ്ങുന്നത് വരെ. പി ജിക്ക് വരുന്ന സമയത്ത് ഏറ്റവും പേടിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നാമത് നമ്മുടെ സബ്ജക്ട് മാത്സ് ആയതുകൊണ്ട് ക്ലാസ്സിൽ മൊത്തം പുസ്തക പുഴുക്കളായിരിക്കുമോ എന്നുള്ളതായിരുന്നു. പക്ഷെ ആ ഒരു പ്രതീക്ഷനൊക്കെ തെറ്റിച്ചുള്ള 9 പേരാണ് ഞങ്ങളുടെ ക്ലാസ്സിലുള്ളത്. എങ്ങനെയാണ് എല്ലാം കൂടെ ഒരേ ക്ലാസ്സിലേക്ക് എത്തിയെന്നുള്ളത് എനിക്കറിയില്ല, ബട്ട് സംഹൗ ആ ഒരു വൈബാണ് എല്ലാവരും. നമുക്ക് ഒരാഴ്ച ഓരോ ദിവസം 10 രൂപ വെച്ചിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ 80 റുപ്പീസ് അല്ല, ഒരു ദിവസം 80 റുപ്പീസ് ഉണ്ടാവുമല്ലോ. ഒരു ദിവസം 80 റുപ്പീസ് ഉണ്ടാവില്ല. അപ്പൊ ആഴ്ചയുടെ ലാസ്റ്റ് കുറച്ചധികം സാധനങ്ങൾ തിന്നാളത് മേടിച്ചേക്കും. കാരണം എന്നും എന്തായാലും വിശക്കും. ഇനി മുതൽ എന്തായാലും വിശക്കും, കാരണം നേരത്തെ ഇറങ്ങും. കൊണ്ടുവരാം, അതല്ലേ ഇവൾക്ക് സ്കൂട്ടി ഓടിക്കാൻ ആ സമയത്താണ്. 8:30 വരുമ്പോ തീരെ തിരക്കില്ല. എനിക്കൂടെയും തിരക്ക് കുറവാണ് ഇവിടെയും. പിന്നെ എന്തുമാത്രം പഠിക്കാനുള്ളത്. അതുകൊണ്ടാണോ അത്ര വിശക്കണേന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും ഒരുമിച്ചാണ് വിശക്കാറും. ഒരു രക്ഷയില്ലാത്ത സിലബസും എന്തോരം പഠിക്കാൻ. ഒരുമാതിരി ഭാഷയാണ് സത്യം പറഞ്ഞ. അതെനിക്ക് മാത്രമുള്ള പ്രശ്നമാണെന്ന് എനിക്കറിയില്ല. ഇവിടെ അർജന്റീന ഉണ്ട്, പോർച്ചുഗൽ ഉണ്ട്. എന്താണ് ബ്രസീൽ ഇല്ലാത്തത്? നമുക്ക് ശിശിരനോട് ചോദിക്കാം. കാരണം ഇവിടെ പച്ചപ്പ് നിറയെ ഉണ്ട്, പുല്ലും ചെടികളുമായിട്ട്. പിന്നെ നമ്മുടെ കോളേജ് ബിൽഡിങ്ങിന്റെ കളർ മഞ്ഞയാണ്. അതുകൊണ്ട് എക്സ്ട്രാ ഒരു യെല്ലോയും ഗ്രീനും വേണ്ട. അതുകൊണ്ടാണ് അവര് അതിന്റെ റിബൺ ഇല്ലാത്തത്. ഓക്കെ, വാലിഡ് പോയിന്റ്. ഇതൊക്കെ ഇപ്പൊ ഓർഡിനറി ഡേയ്സ് ആണെങ്കിലും കുറച്ചു കാലം കഴിയുമ്പോൾ ഈ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു മെമ്മറി ഹിറ്റ്, അതൊരു അക്രമമായിരിക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഷുവറാണ്. കാരണം എല്ലാവർക്കും ഒരേ എനർജി. അപ്പൊ അതിൽ എന്തൊക്കെ ഒപ്പിക്കാന്നുള്ളതൊക്കെ പ്രോപ്പറായിട്ട് ചിന്തിച്ച് ഞങ്ങൾ ഒപ്പിക്കാറും. ഇവരുള്ളതുകൊണ്ട് കോളേജിൽ പോണത് മാത്രം അറിയാറുള്ളൂ. എങ്ങനെയാ സമയം പോകാറെന്നുള്ള ഒരു ഐഡിയ ഇല്ല. ഈ 10ലൊക്കെ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ നിന്ന് സംസാരം കഴിഞ്ഞ് വന്നാലും മതിയാവാണ്ട് വീണ്ടും വീട്ടിൽ നിന്ന് വിളിച്ചിരുന്ന് സംസാരിക്കില്ലേ, അതേ അവസ്ഥയാ. ഹായ് അമ്മ. ഹായ്. ഇതാരത്? ഇതാരത്? ഹലോ, ഉത്തു അണ്ണ. ഉത്തുനോട്ട് ഹായ് ബേബി. എന്താ ഒന്നാണ് ഇപ്പൊ വാലെന്ന്. ഉത്തുവിനെ കണ്ടിട്ട് ഇന്നാണ് വാല് കുലിങ്ങി ഉക്കാൻ വിളിച്ച്.
ചുക്കാപ്പൂ ആയ് ശുണ്ട്ര ശുക്കമണി ശുണ്ടാപ്പി അടി 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 നോ ശുക്കമണിയോ അച്ചു 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 ഇനി കുഞ്ഞാറ് വരുമ്പോ ഉണ്ടാവില്ലേ ചിലപ്പോ നോക്കാൻ കാത്തിരുന്ന് അല്ലേ ഉറങ്ങി സുന്ദരമൊക്കെ ഉറങ്ങി ഉച്ചയ്ക്ക് ശേഷം ഉച്ച വരെ എന്റെ പിന്നാലെ ഉറങ്ങും എന്റെ പിന്നാലെ ഉറങ്ങും എന്റെ കോളേജൊക്കെ കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ചിരിക്കുന്ന സമയത്താണ് അമ്മ ഗ്രോസറി ഷോപ്പിങ്ങിന് പോകാന്ന് പറഞ്ഞത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാന്നുള്ളത്, എന്താണെങ്കിലും. അപ്പൊ അതുകൊണ്ട് ഒന്നും ആലോചിച്ചില്ല, ഞാൻ അമ്മയുടെ കൂടെ കൂടി പോയി കുറെ കാര്യങ്ങൾ വാങ്ങിച്ചു. അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇന്നത്തെ കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പൊ ഐ എം പ്രെറ്റി ഷുവർ ലൈക്ക് ഇതൊരു കുഞ്ഞു വീഡിയോ ആണെങ്കിലും എന്തൊക്കെയോ എനിക്ക് ചെയ്യാൻ പറ്റി. എനിക്ക് ഈ ഒരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.